ഇനി വിശദമായ വാർത്തയിലേക്കാണ്. പത്തനംതിട്ട തിരുവല്ലയിൽ സ്പാ ജീവനക്കാരെ ബലാത്സംഗം ചെയ്ത കേസിൽ ഒരാൾ കൂടി പിടിയിലായിരിക്കുന്നു. നിരണം സ്വദേശി വരുണാണ് പിടിയിലായത്. പിടിയിലാകാനുള്ള മറ്റ് പ്രതികൾക്കായി അന്വേഷണം തുടരുകയാണ്. വിവരങ്ങളുമായി പ്രസാദ് എംജെയാണ് ചേരുന്നത്. പ്രസാദ്, ഗുഡ് മോർണിംഗ്. എന്തായാലും പത്തനംതിട്ട തിരുവല്ല സ്പാ ബലാത്സംഗ കേസിൽ ഇപ്പോൾ ഒരാൾ കൂടി പിടിയിലായിരിക്കുന്നു. മറ്റ് 3 പ്രതികൾക്കായുള്ള അന്വേഷണം തുടരുന്നു. എങ്ങനെയാണ് മറ്റു വിവരങ്ങൾ, പ്രസാദ്? രേണു, ഗുഡ് മോർണിംഗ്. ഏറെ നിർണായകമായിട്ടുള്ള ഒരു അറസ്റ്റാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ഫെബ്രുവരി 3-ാം തീയതിയാണ് നമ്മുടെ സംസ്ഥാനത്തെ നടത്തിക്കൊണ്ടുള്ള ഈ സ്പായിലെ ഈ കൂട്ടബലാത്സംഗം നടക്കുന്നത്. അന്ന് തന്നെ പോലീസ് 1-ാം പ്രതി മരണസുബിൻ എന്ന് അറിയപ്പെടുന്ന സുബിൻ അലക്സാണ്ടറെയും കൂട്ടാളി ബെർലിൻ ദാസിനെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ബാക്കിയുള്ള 4 പ്രതികൾ അന്ന് തന്നെ ഈ നമ്മുടെ സംസ്ഥാനം വിട്ടിരുന്നതായിട്ടാണ് പോലീസിന് ലഭ്യമായിട്ടുള്ളത്. ഇവരെ രണ്ടുപേരെയും പോലീസ് റിമാൻഡ് ചെയ്ത് കസ്റ്റഡിയിൽ വാങ്ങാൻ ഇരിക്കുന്നതിന് ഇടയിലാണ് ഈ ബാക്കിയുള്ള 4 പ്രതികൾക്കായി പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദിന്റെ നേതൃത്വത്തിൽ ഷാഡോ പോലീസും പ്രത്യേക ടീമും, അതായത് തിരുവല്ല ഡിവൈഎസ്പി ആർ നജീബിന്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക അന്വേഷണ ടീം രൂപീകരിച്ചിട്ട് ഈ പ്രതികൾക്കായി അന്വേഷണം ഊർജിതപ്പെടുത്തിയത്. ഫെബ്രുവരി 3-ന് നടന്ന ഈ സംഭവം നടന്നിട്ട് ഇന്ന് ഏകദേശം ഒരാഴ്ച അടുക്കുന്നു. അതിനിടയിൽ ഈ 4 പ്രതികളെ പിടിക്കാത്തതിൽ വ്യാപകമായ പ്രതിഷേധവും ആക്ഷേപവും പോലീസിന് നിലനിൽക്കുകയാണ്. ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി ആലുവയിൽ നിന്നും ഈ 4-ാം പ്രതി കൂടിയ ഇപ്പോൾ 3-ാം പ്രതി ഈ പ്രതിപ്പട്ടികയിലുള്ള 6 പേരിൽ 3-ാമത്തെ ആളിനെ ആലുവയിൽ നിന്നും പ്രത്യേക അന്വേഷണ സംഘം പിടികൂടുന്നത്. രേണു, ഇവരെ കഴിഞ്ഞ 4 ദിവസമായി ഇവരെ ലൊക്കേഷൻ ചെയ്യുമ്പോൾ ഇപ്പോൾ ആലുവയിൽ നിന്നും പിടികൂടിയിട്ടുള്ള ഈ വരുണിന്റെ മൊബൈലെ പല പ്രാവശ്യം ഓൺ ചെയ്യുകയും ഓഫ് ചെയ്യുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസും ഈ വരുണും ഏകദേശം പിടികൂടും എന്നുള്ള ഒരു കണ്ടീഷൻ എത്തിയപ്പോഴും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുകയായിരുന്നു. ബാക്കി 3 പ്രതികൾ ഇപ്പോൾ വരുണിൽ നിന്നും ലഭ്യമായ വിവരമനുസരിച്ച് നമ്മുടെ കേരളം വിട്ടെന്നുള്ള ഒരു അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം ആരംഭിക്കുന്നുള്ളത്. ഇന്ന് പുലർച്ചെ വരുണിനെ ആലുവയിൽ നിന്നും പിടികൂടിയ അന്ന് അർദ്ധരാത്രി തന്നെ തിരുവല്ലയിൽ എത്തിച്ച ശേഷം മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തെന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. രേണു, ഇതിനോടൊപ്പം തന്നെ ഇന്നലെ ജില്ലാ പോലീസ് മേധാവി വീണ്ടും മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഈ അതിജീവിതയ്ക്ക് ഈ സംഭവം നടക്കുമ്പോൾ സഹായം എത്തിക്കേണ്ട ഈ സ്പായിലെ ജീവനക്കാരിയോടൊപ്പം തന്നെ അവരുടെ ആൺ സുഹൃത്തിനെയും പോലീസ് ഇന്നോ നാളെയോ വരും ദിവസങ്ങളിൽ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തി അറസ്റ്റ് നടത്തി കൂടുതൽ ഇവർക്ക് സഹായം, പുറത്തുനിന്നും ഉള്ള സഹായം ഇവർക്ക് കിട്ടുമോ എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കൂടുതൽ ചോദ്യം ചെയ്യുന്നത്. ഇപ്പോഴും നമുക്ക് ഉത്തരം കിട്ടാത്തത് ഇത് കൊട്ടേഷനാണോ അതോ ഇത് ഗുണ്ടാപ്പിരിവാണോ എന്നുള്ള ഒരു ആശങ്കയും ഇപ്പോഴും നിലനിൽക്കുന്നു. രേണു. ശരി പ്രസാദ്, പത്തനംതിട്ട തിരുവല്ലയിൽ സ്പാ ജീവനക്കാരെ ബലാത്സംഗം ചെയ്ത കേസിൽ ഒരാളെ കൂടി എന്തായാലും പോലീസ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നു. നിരണം സ്വദേശി വരുണാണ് പിടിയിലായിരിക്കുന്ന മറ്റൊരു പ്രതി. പിടിയിലാകാനുള്ള മറ്റു 3 പ്രതികൾക്കായുള്ള അന്വേഷണം എന്തായാലും ശക്തമായ രീതിയിൽ പോലീസ് അന്വേഷിക്കുകയാണ്. എന്തായാലും ഇതൊരു കൊട്ടേഷനാണോ എന്നൊരു കാര്യങ്ങളിലൊക്കെ എന്തായാലും ഇപ്പോൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. സ്പാ ഉടമയായ ഡോക്ടർ സഞ്ജയ് ഇത് കൊട്ടേഷൻ എന്ന മറ്റൊരു സ്പാ ഉടമ നൽകിയ കൊട്ടേഷൻ എന്ന് പറഞ്ഞത്. എന്തായാലും കഴുത്തിൽ കത്തിവച്ച് ബലാത്സംഗം ചെയ്തെന്നാണ് അതിജീവിതയും പറഞ്ഞിരിക്കുന്നത്. സ്പായിലെ സഹപ്രവർത്തകരും ഈ വിഷയത്തിൽ ഒത്താശ ചെയ്തു എന്നുകൂടി പറയുന്നുണ്ട്. എന്തായാലും പോലീസ് ആ വഴികളിലെല്ലാം അന്വേഷണം തുടരുകയാണ്. വിവരങ്ങൾ പങ്കുവച്ചത് പ്രസാദ് എംജെയാണ്.